ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ സി എ ഇൻ്റർ സെപ്റ്റംബർ അറ്റംപ്റ്റിൻ്റെ എക്സാമൊക്കെ അടുത്തു. അപ്പോൾ എല്ലാവരും ഫൈനൽ റൗണ്ട് റിവിഷനിലും ടെൻഷനിലും ഒക്കെ ആണെന്നറിയാം. അപ്പം നമ്മൾ ഈ ഒരു പൊതുവെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു ഫൈനൽ ലാബ് എന്തൊക്കെ നിങ്ങൾ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും, എന്താ ഇതിൻ്റെ വെയിറ്റേജ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റ് കെയർ ചെയ്യണം എന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ പഠിച്ച ഏരിയാസ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, മാക്സിമം സ്പീഡിൽ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ മോഡൽ എക്സാംസ് ഒരെണ്ണമെങ്കിലും എഴുതിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കാരണം മോഡൽ എക്സാംസ് എഴുതിയില്ലെങ്കിൽ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ ഫസ്റ്റ് പേപ്പർ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിലായിരിക്കും ബാധിക്കുന്നത്. സോ ഇനിയുള്ള 1-2 ദിവസം ടൈം എന്ത് ചെയ്യുക, ഒരു മോഡൽ എക്സാമെങ്കിലും എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കുറഞ്ഞു കിട്ടും. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഒന്നുകൂടെ പ്രോപ്പർ ആവും. അപ്പോൾ കൂളായിട്ടിരിക്കുക, ടെൻഷനായിട്ടിരിക്കുക എന്നറിയാം. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇൻ്ററിലെ എക്സാം എഴുതുന്ന അത്രയ്ക്ക് എളുപ്പമല്ലെന്നറിയാം. ചില ആൾക്കാർക്ക് എല്ലാം മറന്നുപോയെന്നുള്ളൊരു പ്രശ്നത്തിലിരിക്കുന്നുണ്ടാവും. ഒന്നും മറക്കുന്നില്ല, നമ്മളെ കൊണ്ടൊന്നും മറക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഈ ഓർമ്മയുള്ളതൊക്കെ മതി പാസ്സാവാൻ, നല്ല മാർക്ക് മേടിക്കാം കേട്ടോ. ഇത് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ ടോപ്പിക്കുകൾ ആണ് ഒരു വെയിറ്റേജ്, ഒരു പാറ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ആദ്യം നിങ്ങൾക്കറിയാം 30 മാർക്സ് MCQs ഉണ്ട്. അത് കൂടുതലും ചോദിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അത് ഫസ്റ്റ് 2 മൊഡ്യൂളിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് MCQs ചോദിക്കുക. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. കേസ് സ്റ്റഡി ബേസ്ഡ് ആയിരിക്കും. അതിലൊരു 3 കേസ് സ്റ്റഡീസ് ഉണ്ടാവും. ഓരോന്നിൽ നിന്നും ഒരു 4 മാർക്സ് 4 MCQs ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും. ആ കേസ് സ്റ്റഡി തന്നെ കുറേ ASകൾ ലിങ്ക് ചെയ്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം MCQ കൂടുതൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ MCQ നല്ല രീതിയിൽ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്ക് ചെയ്ത് നോക്കുക ലാസ്റ്റ് മൊമെൻറ്റിൽ. കാരണം MCQs ആണ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്. പൊതുവെ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും, അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് സാറേ ഏത് ആദ്യം അറ്റൻഡ് ചെയ്യണം. ഞാൻ പറയും MCQs അറ്റൻഡ് ചെയ്യുക. ആ 30 മാർക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് മാറ്റി വെച്ചാൽ ചിലപ്പം അറിയാവുന്നതുകൊണ്ട് തെറ്റിക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ആദ്യം MCQsന് തന്നെ റിലവൻസ് കൊടുക്കുക. ഒരു 30 മാർക്സ് 30 മിനിറ്റ്സിനെങ്കിലും കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ, 20 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്ത് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. കാരണം ഒരു 30 മിനിറ്റ്സ് മാക്സിമം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ ആ 30 മാർക്സും കിട്ടുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. വെൽ, ഫൈനൽ ലാബിൽ ഏറ്റവും കൂടുതൽ റിവിഷൻ ആവശ്യമുള്ളത് കേസ് സ്റ്റഡി ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസ് മാക്സിമം കവറപ്പ് ചെയ്യുക. അതിന് മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10-40 കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് RTP നോക്കിയാലും MDPC നോക്കിയാലും മാക്സിമം കേസ് സ്റ്റഡീസ് നിങ്ങളൊന്ന് നോക്കുക ലാസ്റ്റ് മൊമെൻറ്റിലേക്ക്. കാരണം ആ 30 മാർക്സാണ് ശരിക്കും ഒരു എക്സംഷൻ മേളിലേക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാരുടെ കീ എന്ന് പറയുന്നത്. ഇനി എക്സാമിൻ്റെ ഒരു പാറ്റേൺ, May 24 തൊട്ടാണ് ഈ ഒരു സിലബസ് തുടങ്ങിയത്. അതിലെ ഫസ്റ്റ് തവണ ക്വസ്റ്റ്യൻ നമ്പർ 1A, അതായത് കമ്പൽസറി ക്വസ്റ്റ്യൻ, ഞാൻ MCQ മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് കമ്പൽസറി ക്വസ്റ്റ്യൻ, അത് രണ്ടും ചോദിച്ചത് AS ബേസ് ചെയ്യുന്നതായിരുന്നു. ഏത് AS60 ആൻഡ് AS2, 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 ചാപ്റ്റർ 14 ഇന്ത്യൻ കൺസ്ട്രക്ഷനിൽ നിന്നാണ് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 3A AS7 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3B AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ ക്വസ്റ്റ്യൻ 4 ചാപ്റ്റർ 13 അമാൽഗമേഷനിൽ നിന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ 5 കൺസോൾട്ടേഷനിൽ നിന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ 6A 2 ക്വസ്റ്റ്യൻ കാണാം. അതിലേതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഒന്ന് AS90 ലീസസും AS20 EPSും ആണ് ചോദിച്ചത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 6B അത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ബേസിൽ ഒരു റിസർവിൻ്റെ യൂട്ടിലൈസേഷൻ ഉണ്ട്. കമ്പനി നഷ്ടത്തിനാണെങ്കിൽ റിസർവ് ചെയ്യുന്ന ഡ്യൂട്ടിന് ഡിക്ലെയർ ചെയ്യുമോ, ആ ഒരു രീതിയിലുള്ള പ്രോബ്ലമാണ് ചോദിച്ചത്. ദെൻ 6C ബ്രാഞ്ചിൻ്റെ പ്രോബ്ലമാണ് ചോദിച്ചത്. ഞാൻ ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്ന കാണിക്കാനാണ്. ഇനി സെപ്റ്റംബർ 24 വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് പകരം 3 ക്വസ്റ്റ്യൻ ആക്കി. AS ബേസ്ഡ് തന്നെ, ഇത് കമ്പൽസറി ക്വസ്റ്റ്യൻ. AS26 ഒരു 4 മാർക്സ് ചോദിച്ചു. AS15 എംപ്ലോയ് ബെനിഫിറ്റ്സ് ഒരു 5 മാർക്സിന് ചോദിച്ചു. AS22 അക്കൗണ്ടിംഗ് ഫോർ ടാക്സസ് ഒരു 5 മാർക്സിന് ചോദിച്ചു. അത് AS ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഇന്ത്യൻ കൺസ്ട്രക്ഷൻ പകരം കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ 3A ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, 3B ബൈബാക്ക്. Then question number 4 amalgamation of course. Question number 5 consolidation. Question number 6 ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അല്ലെങ്കിൽ 6A ഇൻവെൻട്രി ചോദിച്ചു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ്. ദെൻ 6B ഇന്ത്യൻ കൺസ്ട്രക്ഷൻ ഒരു 4 മാർക്സ് ക്വസ്റ്റ്യൻസ്. 6C ബ്രാഞ്ച്. അപ്പോൾ ഇത് ഓർക്കേണ്ട കാര്യം, അമാൽഗമേഷൻ കൺസോൾട്ടേഷൻ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാതെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രാഞ്ച് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ കൺസ്ട്രക്ഷൻ വരെ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ചോദിച്ചു. എന്തിനാന്ന് പറയുന്നത്, ഇത് കൂടുതൽ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് ഈ ടോപ്പിക്കുകൾ കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്കിപ്പ് ചെയ്യാനല്ല കേട്ടോ.
കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ടോപ്പിക്കിൽ കൊടുക്കുക. ഇനി അടുത്ത അറ്റംപ്റ്റിലേക്ക് വന്നപ്പോൾ ജാനുവരിയിലേക്ക് വന്നപ്പം ക്വസ്റ്റ്യൻ ABC 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്താണെങ്കിലും ഫസ്റ്റ് കമ്പൽസറി ക്വസ്റ്റ്യൻസ് AS ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. AS 20 ചോദിച്ചു, EPS, AS 19 ലീസസ് ചോദിച്ചു, AS 15 എംപ്ലോയ്മെന്റ് പിടിച്ച് ചോദിച്ചു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 വീണ്ടും ഇന്റേണൽ കൺസ്ട്രക്ഷൻ ചോദിച്ചു. 3A AS 29 ഏതാ? പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ്, കണ്ടിജന്റ് അസറ്റ്സ്. പ്രൊവിഷൻസ്, contingent liabilities and contingent assets based question ചോദിച്ചു. 3B cash flow. Then question number 4 amalgamation. Question number 5 consolidation. ആ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. Question number 6A related party disclosure, AS 18. Question number 6A going concern, clear. Question number 6B buyback, 6C branch. വീണ്ടും ആ പാറ്റേൺ ആവർത്തിക്കുന്നത് ശ്രദ്ധിക്കുക. 4 amalgamation, 5 consolidation, 6C branch. ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറ്റാറില്ല. ക്യാഷ് ഫ്ലോ 3A അല്ലെങ്കിൽ 3Bയിൽ സ്ഥിരം വരുന്നു, ഒരു 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ ഇന്ത്യൻ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 2 ആയിട്ട് വയ്ക്കുന്നത്. ബാക്കി മിക്സ് ആവുന്നു. ദെൻ അടുത്തത് May 25 ലാസ്റ്റ് അറ്റംപ്റ്റ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 1A 1B 2 ക്വസ്റ്റ്യൻ ഉള്ളൂ 7 മാർക്കിന്. ഒന്ന് AS 10 PP, AS 13 ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 കമ്പനിയുടെ ഫിനാൻഷ്യൽസ് ചോദിച്ചു. അപ്പം നോക്കിക്കേ, ആദ്യം ഇന്റേണൽ കൺസ്ട്രക്ഷൻ, പിന്നെ ഫിനാൻഷ്യൽസ്, പിന്നെ ഇന്റർണൽ കൺസ്ട്രക്ഷൻ, പിന്നെ ഫിനാൻഷ്യൽസ്. അപ്പോൾ ഇത്തവണ ഇന്റർണൽ കൺസ്ട്രക്ഷനോ ഫിനാൻഷ്യലോ എന്നോർത്തുകൊണ്ട് ഫിനാൻഷ്യൽ ഒഴിവാക്കാനല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് 14 മാർക്സിന് ചോദിക്കാൻ ഒരു പ്രോബബിലിറ്റി കാണുന്നുണ്ട്. ഇനി ഇത് രണ്ടും ചോദിക്കാതെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കയറി വേണമെങ്കിൽ ചോദിക്കാൻ കേട്ടോ. പാറ്റേൺ മാറ്റാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറ്റില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായിട്ട് അറിയാം, നിങ്ങൾ മൊഡ്യൂൾ 3 മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാറുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ അതിനോടുള്ള പ്രയോറിറ്റി മാറ്റാറുണ്ട്. പിന്നെ 3A ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ക്യാഷ് ഫ്ലോ ആയിരിക്കും 7 മാർക്ക്. പിന്നെ 3B ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, AS 25 ചാപ്റ്റർ അല്ല, AS 25 ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4 അമാൽഗമേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 5 കൺസോൾട്ടേഷൻ, ഒരു P&L ചോദിച്ചു. ദെൻ ഒരു 4 മാർക്കിന് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. 6A തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. 6A പിന്നീട് ഇമ്പയർമെന്റ് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. 6B ഫിനാൻഷ്യൽസിന്റെ പ്രിപ്പറേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് റിസർവിന്റെ യൂട്ടിലൈസേഷൻ വെച്ചിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. 6C ഓഫ് കോഴ്സ് ബ്രാഞ്ച്. ചുരുക്കി പറഞ്ഞ ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ASൽ നിന്നായിരിക്കും, അതർ ദാൻ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 അല്ല, അതാണ് അവർ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ കേട്ടോ. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഏതെങ്കിലും AS ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്നെങ്കിൽ 7 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 5, 5, 4 AS ആയിരിക്കും കമ്പൽസറി ക്വസ്റ്റ്യൻ. AS എന്നായിരിക്കും. പിന്നെ അപ്പോൾ AS ഇത് ഏത് ചോദിക്കാനാണ് ചാൻസസ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ? ഇമ്പോർട്ടൻ്റ് ASകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് തവണയായി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കുറച്ചായി അത് ചോദിച്ചിട്ട്. പിന്നെ അതിനകത്ത് 4 or 5 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. 7 കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റും കുറച്ചായി, അത് നോക്കുക. 9 റവന്യൂ റെക്കഗ്നിഷൻ ചിലപ്പോൾ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണം ചോദിക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ചോദിച്ചു, കൊണ്ട് ഇത്തവണ വരുമില്ലോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. എംപ്ലോയി പെനോട്സ് അതിന് മുമ്പത്തെ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇന്ന AS എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫസ്റ്റ് കമ്പൽസറി ക്വസ്റ്റ്യൻ വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. ഇത് മിസ്സായ 14 മാർക്കായിരിക്കും നമുക്ക് പോകുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്നെങ്കിൽ ഇന്റർണൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സ്പെക്ട് ചെയ്ത് പോവുക. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 3 അതിലൊന്ന് ക്യാഷ് ഫ്ലോ ആയിരിക്കും, വേറെ ഏതെങ്കിലും ഒരു ASO ചിലപ്പോൾ ബൈബാക്ക് ആവാം. വേറെ AS ആവാനാണ് ചാൻസ് കൂടുതൽ, ചിലപ്പോൾ ബൈബാക്ക് ആവാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതുവരെ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറ്റാതെ ചോദിച്ചിരിക്കുന്ന അമാൽഗമേഷനാണ്. അമാൽഗമേഷൻ സ്കിപ്പ് ചെയ്യൽ ഒരു 14 മാർക്ക് ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. ഞാൻ അതുകൊണ്ട് പറയാൻ വേണ്ടി വന്നത്. ക്ലിയർ? അമാൽഗമേഷൻ ലാസ്റ്റ് 3 റിവിഷനിൽ നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 5 കൺസോൾട്ടേഷൻ സ്കിപ്പ് ചെയ്യുന്ന ഒരു 14 മാർക്ക് കളയുന്നതിന് തുല്യമാണ്. കൺസോൾട്ടേഷനും അമാൽഗമേഷനും ക്യാഷ് ഫ്ലോ ഇതൊന്നും ലാസ്റ്റ് മൊമെന്റ് റിവിഷനിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. പിന്നെ കമ്പനിയുടെ ഇന്റർണൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നതിന് പകരം പ്രോബ്ലംസ് നോക്കിയെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പിന്നെ 6C ബ്രാഞ്ച് എന്താണെങ്കിലും ഒരു 6 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ 6B ക്വസ്റ്റ്യനും അത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ തേർഡ് മൊഡ്യൂളിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ ഇന്റർണൽ കൺസ്ട്രക്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ബൈബാക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽസ് ചോദിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 88 മാർക്സിൽ ഞാനൊരു പാറ്റേൺ കാണുന്നത് എല്ലാ അറ്റംപ്റ്റിലും 59 മാർക്ക് മൊഡ്യൂൾ 3 അല്ലെങ്കിൽ
AS21 നിന്നായിരിക്കും. ആദ്യത്തെ അറ്റംപ്റ്റിലും രണ്ടാമത്തെ അറ്റംപ്റ്റിലും മൂന്നാമത്തെ അറ്റംപ്റ്റിലും നാലാമത്തെ അറ്റംപ്റ്റിലും ഞാൻ നോക്കിയിട്ട് മൊഡ്യൂൾ 3. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനായിരിക്കും. ABC അനാലിസിസ് പ്രകാരം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ABC അനാലിസിസ് പ്രകാരം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് ഏത് പ്രോബ്ലം ഞാൻ പറയുന്നത് MCQ അല്ല. പ്രോബ്ലത്തിൽ ഏറ്റവും കൂടുതൽ മൊഡ്യൂൾ 3യിൽ ഒന്നും ഒഴിവാക്കേണ്ടെന്ന് ഞാൻ പറയും. മൊഡ്യൂൾ 3ൽ എന്തൊക്കെയുള്ള കമ്മ്യൂണിറ്റി ഫിനാൻഷ്യൽസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബൈബാക്ക്, ഇന്റേണൽ കൺസ്ട്രക്ഷൻ, അമാൽഗമേഷൻ, ബ്രാഞ്ച്. 59 മാർക്സ് ക്വസ്റ്റ്യൻസ് എല്ലാ അറ്റംപ്റ്റിലും കഴിഞ്ഞ 4 അറ്റംപ്റ്റിലും 59 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് മൊഡ്യൂൾ 3 പ്ലസ് AS21. അപ്പോൾ ലാസ്റ്റ് മൊമെന്റ് റിവിഷനിൽ ഇത് മൻഡേറ്ററി ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും തലേ ദിവസം. പിന്നെ ബാക്കി 29 മാർക്കാണ് പ്രോബ്ലംസ് ബാക്കിയുള്ള AS മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 അതർ ദാൻ കൺസോൾട്ടേഷൻ വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് MCQ 30 ചോദിക്കാൻ ചാൻസസ് ഈ ഒരു AS ബേസ്ഡ് ആയിരിക്കും. അപ്പം ഏറ്റവും കുറവ് വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 1 നിന്ന് ചിലപ്പം ഒരു 5 മാർക്കോ ചിലപ്പോൾ ഒരു 10 മാർക്കോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് മൊഡ്യൂൾ 3 പ്ലസ് AS21 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽസ്, പിന്നെ ബാക്കിയുള്ള ASകൾ. മൊഡ്യൂൾ 1 തിയറി അതിനകത്ത് നിങ്ങൾ ഒരു അമെൻമെൻറ്റ് ഈ ഒരു ASൽ ആപ്ലിക്കബിൾ ആണ്. ഇവിടെ ഒരു അമെൻമെൻറ്റ് ഇത് നിങ്ങൾ ചിലപ്പം തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അമെൻമെൻറ്റ് കൂടെ പറയുന്നത്. ഈ ഒരു അമെൻമെൻറ്റ് ചിലപ്പോൾ ചോദിക്കാനും ചാൻസസ് ഉണ്ട്. നമ്മൾ ഇന്ത്യസിൻ്റെ AS ആപ്ലിക്കബിലിറ്റി, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി പ്രകാരം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി, സ്റ്റഡി മെറ്റീരിയലിൽ കിടക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റ്സ് സെയിം തന്നെ, നോൺ കോർപ്പറേറ്റ്സിൻ്റെ ആപ്ലിക്കബിലിറ്റി വൈസ് സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോഴും നിങ്ങളുടെ കിടക്കുന്നത് ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോഴും കിടക്കുന്നത് ഏതൊക്കെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്നാണ്. പക്ഷേ ഇപ്പം റീസെൻ്റ് ആയിട്ട് അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി അല്ല, പണ്ടോട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോഴും കിടക്കുന്ന ലേറ്റസ്റ്റ് അല്ല. അപ്പോൾ എക്സാമിന് നോൺ കോർപ്പറേറ്റ്സിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ആപ്ലിക്കബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോകും. ഇപ്പം 2 ആയിട്ട് തിരിക്കുന്നുള്ളൂ, 2 കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നുള്ളൂ. ഏതൊക്കെ? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻറ്റിറ്റീസ്, അതായത് MSME എൻറ്റിറ്റീസ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻറ്റിറ്റീസ്. പണ്ടിത് ലെവൽ 2 ആയിരുന്നു മീഡിയം, ലെവൽ 3 ആയിരുന്നു സ്മോൾ, ലെവൽ 4 ആയിരുന്നു മൈക്രോ. ഇപ്പോൾ അതെല്ലാം കൂടെ ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്ന് പറയുന്നതിന് പകരം MSME, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻറ്റിറ്റീസ് എന്നും ലാർജ് എൻറ്റിറ്റീസും തിരിച്ചു. ഇനി മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉസ് ഇക്വിറ്റി ഓർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ്. പണ്ട് ലെവൽ 1ന്റെ ഡെഫിനേഷൻ ആയിരുന്നു ആദ്യം തന്നെ. ഇപ്പോൾ ലെവൽ 1 ഒന്നുമില്ല. മൈക്രോ, MSMEയും ലാർജ് എൻറ്റിറ്റീസ്. MSMEയുടെ ഡെഫിനേഷൻ ഹൂസ് ഇക്വിറ്റി ഓർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ലിസ്റ്റഡ്, നോട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ്. ഇറ്റ്സ് നോട്ട് എ ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ or insurance company whose turnover does not exceed 250 crores in the immediately preceding accounting year, which does not have borrowings in excess of 50 crore at any time during the immediately preceding year. It is not a holding and subsidiary of an entity which is not a micro and small end. Other listed entities and large entities allathathu. Large entity is a non-company entity which is not MSME allathathu. അപ്പോൾ നോൺ കോർപ്പറേറ്റ്സിന് ചിലപ്പോൾ ഇത് ഇന്ത്യസ് ഇത് ഈ ഒരു ASന്റെ ആപ്ലിക്കബിലിറ്റി ഒരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് കൊണ്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓർക്കേണ്ടത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അത് മാറ്റി ഇപ്പം MSME, ലാർജ് എൻറ്റിറ്റീസ്. MSME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോർപ്പറേറ്റ്സിൽ ഇപ്പം തിരിക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം ഏതാ SMC, നോൺ SMC എന്നല്ലേ. ഇപ്പം കോർപ്പറേറ്റ്സിലാകുമ്പോൾ MSME, ലാർജ് എൻറ്റിറ്റീസ്, MSME. അല്ലാതെ ലെവൽ 1, ലെവൽ 2, ലെവൽ 4 എഴുതിയാൽ മാർക്ക് പോകും. ഇതൊന്ന് നോക്കുക ലാസ്റ്റ് മൂമെൻറ്റ്. ക്ലിയർ? അമെൻമെൻറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാനും ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റനിലാവാം. ഓക്കെ, ഇത്രയാണ്. ഈ ഒരു അമെൻമെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇതിനേക്ക് ആപ്ലിക്കബിൾഡ് ആയിട്ടുള്ളൂ. ക്ലിയർ? ടെൻഷൻ ഒന്നും ഇരിക്കാതെ പഠിക്കുക. പിന്നെ ഇതിനൊക്കെ റിലവൻസ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമാൽഗമേഷൻ എനിക്ക് ഇന്ന ക്വസ്റ്റ്യൻ എന്ന് ഒരിക്കലും അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിൽ ലാസ്റ്റ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു വെയിറ്റേജ് ലാസ്റ്റ് മൂമെൻറ്റ് റിവിഷൻ വേണ്ടിയാണ് പറയുന്നത്. മാക്സിമം കേസ് സ്റ്റഡി ബേസ്ഡ് MCQs കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം 30 മാർക്ക് ഉണ്ടാവും. അതിൽ 24 മാർക്കും കേസ് സ്റ്റഡി ബേസ്ഡ് MCQs എന്നാണ്. അത് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. അതാകുമ്പോൾ നമുക്കൊരു ഡീറ്റോ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് എഴുതി തീർക്കാൻ വേണ്ടി പറ്റും, കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് മൊഡ്യൂൾ 3 ഫുള്ള് പ്ലസ് AS21 കൊടുക്കുക. അതിൽ 14 മാർക്ക് അമാൽഗമേഷൻ ഷുവർലി ചോദിക്കുന്നതാണ്. കൺസൾട്ടേഷൻ 40 മാർക്സ് ചോദിക്കുന്നതാണ്. ക്യാഷ് ഫ്ലോ 7 മാർക്ക് പൊതുവെ ചോദിക്കുന്നതാണ്. ഇന്ത്യൻ റിക്കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 40 മാർക്സ് ചോദിക്കുന്നതാണ്. ബ്രാഞ്ച് ഒരു 6 മാർക്സ് ചോദിക്കുന്നതാണ്. ഇത്രയും വെയിറ്റേജ് നമുക്ക് ഷുവറാണ് ഇതൊരാൾ അറ്റംപ്റ്റ് വെച്ചിട്ട് എല്ലാ അറ്റംപ്റ്റിലും. പിന്നെ AS
പൊതുവെ ആൾക്കാർ പറയും ഏകദേശം സാർ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നത്. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല പിള്ളേരെ, ഞാനല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പം ഒന്നും ഒഴിവാക്കണ്ട. ഏതാ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഓർക്കേണ്ട കാര്യം, പിന്നെ എക്സാമിന് പോകുമ്പം ആദ്യത്തെ എക്സാമാണ് ഇച്ചിരി നേരത്തെ ഒന്ന് പോകാൻ വേണ്ടി നോക്കുക. അതെന്തിനാ, ആദ്യത്തെ എക്സാം അല്ലേ, ഹോളൊക്കെ കണ്ടുപിടിക്കാൻ, കോളേജൊക്കെ ഐഡൻറ്റിഫൈ വേണ്ടി എല്ലാ എക്സാമിനും ഇച്ചിരി നേരത്തെ 1 മണി ഒക്കെ ആകുമ്പോഴത്തേനും ഉള്ളെത്തുക, സീറ്റൊക്കെ കണ്ടുപിടിച്ച് വെക്കുക. അല്ലെങ്കിൽ അവസാന മൊമെൻറ്റിൽ ഒരു റഷ്, അതൊന്നും അത്ര നല്ലതല്ല. നേരത്തെ എല്ലാം നോക്കുക. കാൽക്കുലേറ്റർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാൽക്കുലേറ്റർ 2 ഉണ്ടെങ്കിൽ ഒരു കാൽക്കുലേറ്റർ എന്നും ആ ബാഗ് വെച്ചോട്ടെ, കാരണം ഇനി മറന്നുപോയി ഒരു ടെൻഷൻ വേണ്ട. ഹോൾ ടിക്കറ്റ് 2 എടുത്ത് പ്രിൻ്റ് എടുത്ത് ബാഗ് വെച്ചു, കാരണം ഇൻ കേസ് ലാസ്റ്റ് മൊമെൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ പ്രിൻ്റ് എടുക്കാനും കൂടി സമയം കളയണ്ട കേട്ടോ. ഇപ്പോൾ 2 കാൽക്കുലേറ്റർ എടുത്ത് വെച്ചു. പിന്നെ ഹോൾ ടിക്കറ്റ് 2 പ്രിൻ്റ് എടുത്ത് വെക്കുക. പിന്നെ എക്സാം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഒന്ന് വായിച്ചിട്ടൊക്കെ പോവാം. എക്സാം ഇൻസ്ട്രക്ഷൻസ് എന്താ, ഇൻസ്ട്രക്ഷൻസ് ഇത്രേ ഉള്ളൂ. MCQs കറപ്പിക്കാനൊരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ടാവും, MCQ അത് കറപ്പിക്കുക. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. പുതിയ ക്വസ്റ്റ്യൻ പുതിയ പേജിൽ എഴുതുക. 1A ഒരു പേജിൽ, 1B അടുത്ത പേജിൽ, 1B എന്ന് തന്നെ എഴുതുക, ചുമ്മാ B എന്ന് എഴുതാതെ. ഏറ്റവും നടുക്ക് ടോപ്പിലായിട്ട് എഴുതാൻ നോക്കുക. ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ 1C ഉണ്ടെങ്കിൽ അത് അടുത്ത പേജിൽ തുടങ്ങുക, ദാരിദ്ര്യം കാണിക്കരുത്. പിന്നെ മാക്സിമം സ്പേസ് കൊടുക്കുക. സ്പേസ് കുറഞ്ഞു പോകുന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ക്ലിയർ? ടൈം മാനേജ്മെൻറ്റ്, അപ്പോൾ ഇത്ര ഓർത്താൽ മതി. എക്സാമിന് 100 മാർക്കാണ്, 150 മിനിറ്റ് കിട്ടും. അതിൽ 150 മിനിറ്റിൽ ഇങ്ങനെ ഞാൻ കരുതുന്നു മാക്സിമം ഒരു 30-20 മിനിറ്റ് തീർക്കാൻ പറ്റും. മാക്സിമം ഒരു 30-40 മിനിറ്റിനുള്ള MCQ തീർക്കുക. അപ്പോൾ ബാക്കി 140 മിനിറ്റ് 70 മാർക്ക് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ 1 മിനിറ്റ് ഡിസ്ക്രിപ്റ്റീവ് അറ്റൻഡ് ചെയ്യാൻ, 1 മാർക്കിൻ്റെ MCQ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യാൻ 2 മിനിറ്റ്. അപ്പോൾ ഒരു 14 മാർക്കിന് ക്വസ്റ്റൻ ആണെങ്കിൽ അതിൻ്റെ 28 മിനിറ്റ്സ് തീർക്കാൻ നോക്കുക. 28 മിനിറ്റ്സ് തീർന്നില്ല, 30 മിനിറ്റ്സ് വന്നു, 35, 40 അതിൽ കൂടുതൽ അത് പോകാതെ നോക്കുക. 40 മാർക്സിന് ക്വസ്റ്റൻ, 7 മാർക്സിനാണെങ്കിൽ 7 to 40 മാർക്സ്. അപ്പോൾ ഒരു മാക്സിമം 40 മിനിറ്റ്സിനുള്ള MCQs തീർക്കാൻ വേണ്ടി നോക്കുക. ആദ്യം MCQs അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റൻ നമ്പർ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ക്വസ്റ്റൻ നമ്പർ എഴുതാൻ മറന്നുപോയി അത് വാല്യൂ ചെയ്യത്തില്ല. പിന്നെ കെയർലെസ് മിസ്റ്റേക്സ് മാക്സിമം ഒഴിവാക്കുക. അതായത് തലേ ദിവസം നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പോവുക. ആദ്യം എനിക്ക് ഉപദേശിക്കാനുള്ളത്, അഡ്വാൻസ് അക്കൗണ്ട്സ് ആണ്, ആദ്യത്തെ എക്സാമാണ്. കുറേ ആൾക്കാർ ചെയ്യുന്ന മണ്ടത്തരം തലേദിവസം ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ട് പോകും. അതുകൊണ്ടൊരു 10 മാർക്ക് പോകുമെന്നല്ലാതെ 1 മാർക്കും കൂടുതൽ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തലേദിവസം സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് പോകുക. നിങ്ങൾ ഈ പഠിച്ചതൊക്കെ മതി പാസ്സാവും. പഠിച്ചത് വൃത്തിയായിട്ട് എഴുതി വെക്കാൻ പറ്റിയ പാസ്സാവും. വൃത്തിയായിട്ട് എഴുതി വെക്കാൻ പറ്റണമെങ്കിൽ ഒരു ബോധത്തോടെ പോകണം. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പൊതുവെ സ്റ്റുഡൻസിനോട് പറയാണ്ട് ഉറങ്ങിയിട്ട് വരാൻ. അതുപോലെ എക്സാമിനും പ്രോബ്ലം പേപ്പറിന് എക്സാമിനും തലേദിവസം നന്നായിട്ട് ഉറങ്ങിയിട്ടേ പോകുള്ളൂ കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റൻ അറിയത്തില്ല എന്നോർത്തുകൊണ്ട് ടെൻഷൻ കയറരുത്. 1 പോയാലും 2 പോയാലും നിങ്ങൾക്ക് പാസ് മാർക്കിനുള്ളത് അവിടെ ഉണ്ട്, അത് കണ്ടുപിടിച്ച് എഴുതുക. ക്ലിയർ? അപ്പം ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ അഡ്വാൻസ് അക്കൗണ്ട്സ് ഇച്ചിരി പിടിച്ചു, അതുകൊണ്ട് ഇത്തവണ അതൊരു സ്കോറിംഗ് പേപ്പർ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റട്ടെ. വിഷ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ പ്രാർത്ഥന അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, അധികം സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഇനി ചിലത് ഒന്നും ഇതുവരെ നോക്കിയിട്ടില്ല സാറേ, ഞാൻ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല, അമാൽഗമേഷൻ നോക്കിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇനി ലാസ്റ്റ് മൊമെൻറ്റ് നോക്കിയത് ടെൻഷൻ ആവാൻ വേണ്ടി നോക്കണ്ട. ബാക്കിയുള്ള ടോപ്പിക്സ് നന്നായിട്ട് കവർ ചെയ്യുക. ദാറ്റ് മീൻസ് അത് ഒഴിവാക്കി ബാക്കി എല്ലാം ചെയ്യാവുന്ന രീതിയിൽ കവർ ചെയ്യുക. ഓക്കെ, ഈ ഒരു അമെൻമെൻറ്റ് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഒരു 90 മാർക്ക് 80 എബോവ് മാർക്കെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുന്ന എൻഷുർ ചെയ്യുക മിനിമം. ആദ്യം MCQs തന്നെ അറ്റൻഡ് ചെയ്യുക, ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് അത് വെക്കരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എക്സാമിനോട് ചോദിക്കുക. പിന്നെ ആദ്യം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒരു വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഫസ്റ്റ് പേജ് എങ്ങനെ ഫില്ല് ചെയ്യണം കാര്യങ്ങളൊക്കെ. അതിൽ ടെൻഷൻ ആവരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരോട് മാക്സിമം ചോദിക്കുക. ഓക്കെ, അപ്പോൾ വിഷ് ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയാം, എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അതിരുന്ന് നോക്കി വെറുതെ സമയം കളയരുത്. ഇത്രയും പെട്ടെന്ന് അടുത്ത എക്സാമിനുള്ളത് പ്രിപ്പറേഷൻ നോക്കുക. എക്സാം ഇനി പാടാണെങ്കിലോ നിങ്ങൾക്ക് കൂട്ടി നോക്കിയിട്ട് 40 കിട്ടില്ല, തോക്കുമെന്ന് തോന്നിയാലും നിങ്ങൾ അടുത്ത എക്സാം വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം എല്ലാവർക്കും ടഫാണെങ്കിൽ വാല്യുവേഷൻ ഇപ്പറിലായിരിക്കും. ചിലപ്പം മോഡറേഷൻ മാർക്ക് അഡീഷണൽ കൊടുത്തും പാസ്സാക്കുന്ന ഒരു പ്രശ്നം, ഒരു രീതി വരാറുണ്ട്. അതുകൊണ്ട് എക്സാം കഴിഞ്ഞു, പാടാണെങ്കിലും നന്നായിട്ടുണ്ടെങ്കിലും ഇനി അത് നോക്കാൻ വേണ്ടി പോകണ്ട. അതെല്ലാ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, എക്സാമിനുള്ളത് നന്നായിട്ട് നോക്കുക. എല്ലാ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി എക്സാം കഴിഞ്ഞാൽ സാർ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചേക്കെന്ന് ഞാൻ പറഞ്ഞു തരില്ല. കാരണം കഴിഞ്ഞു, പിന്നെ അത് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല, ഇനി നമുക്ക് തിരുത്താനും പറ്റില്ല. ഇനി എക്സാം പാടാണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ എക്സാം എടുത്ത് നിർത്തരുത്, അടുത്തത് നന്നായിട്ട് പഠിക്കുക. ക്ലിയർ? ഓക്കെ,
അപ്പോൾ എക്സാം എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇത്രേ പ്രാർത്ഥിക്കുന്നുള്ളൂ, നിങ്ങൾ പഠിച്ചത് നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ. കെയർലെസ് മിസ്റ്റേക്സ് മാക്സിമം വരാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ വിഷ് ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് എക്സാം എഴുതുക. ക്ലിയർ. നമ്മൾ പറഞ്ഞ ഓരോ കഥകളും നമ്മൾ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സാമിന് ഓർമ്മ വരട്ടെ, എഴുതാൻ പറ്റട്ടെ. ക്ലിയർ. അനാവശ്യമായിട്ട് ടെൻഷൻ കയറാതിരിക്കുക. ഓക്കെ. ഒന്ന് ഭയങ്കര ടെൻഷൻ കയറി ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിലും ഒരു സെക്കൻഡ് പോസ് എടുക്കുക, ഡിലേ എടുക്കുക, എന്നിട്ട് അറിയാവുന്നതൊക്കെ അങ്ങ് എഴുതി വെക്കുക. അത് മതി പാസ്സാവാൻ കേട്ടോ. ഓക്കെ. പഠിച്ചു പൊളിച്ചെഴുതുക, ടൈം മാനേജ് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫൈനൽ ആൻസർ വരെ ശരിയാക്കാൻ നോക്കുക. അതാകുമ്പോൾ നല്ല മാർക്ക് കയറും. ഫൈനൽ ആൻസർ വരെ ശരിയാണെങ്കിൽ ലേണേഴ്സ് റെസ്പോൺസിന് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ചേട്ടാ. അപ്പം എക്സാം കഴിഞ്ഞ് നല്ലൊരു മാർക്കുമായിട്ട് നിങ്ങൾ വരുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പം മാക്സിമം എയിം ചെയ്ത് തന്നെ പഠിക്കുക. ഇനി എക്സാമിനോട് അടുക്കുമ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്ന പ്രശ്നമുണ്ട്, എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടേ പാസ്സാവണം. അത് നോക്കരുത്. എക്സാമിന് ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, നല്ല മാർക്കിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ. അപ്പം ഷോർ ദ ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് എക്സാംസ് എഴുതുക. എക്സാം കഴിഞ്ഞ് അതിനകത്ത് ഡിസ്കഷൻ കൊണ്ടൊന്നും വരാതിരിക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പം ടാറ്റാ.